തങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ കണ്ടത് രാജ്യം ഒരു വലിയ വെല്ലുവിളി നേരിടുകയാണ്, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ. ആ ന്യൂനപക്ഷങ്ങൾ വെല്ലുവിളി നേരിടുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ആരെല്ലാം? ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, ഇങ്ങനെയുള്ളവരെല്ലാം. വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും കൂടെ ചേരുമ്പോഴാണോ രാജ്യത്തിൻ്റെ വെല്ലുവിളിയെ നമുക്ക് അതിജീവിക്കാൻ കഴിയുക? RSS ഉയർത്തുന്ന മതരാഷ്ട്രവാദമെന്ന വാദത്തെ ചെറുക്കണമെങ്കിൽ എല്ലാ പാർട്ടികളിലെയും മതേതരവാദികൾ ഒന്നിക്കണം. ആ മതേതരവാദികൾ ഒന്നിക്കുന്നതിൽ കുറച്ച് സംഭാവന ചെയ്യാൻ കഴിയുന്നവരാണ് ലീഗ്. പക്ഷെ അവർ ഇന്നെന്താ ചെയ്യുന്നത്? എല്ലാ വർഗീയതയും കൂട്ടുപിടിക്കുകയാണ്. ആ വർഗീയതയെ കൂട്ടുപിടിക്കുന്ന വിപത്തിനെയാണ് CPM ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ CPMനെ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. CPM വളരെ കൃത്യമായിട്ടാണ് ചൂണ്ടിക്കാട്ടുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം എന്താ? ഇസ്ലാമിക രാഷ്ട്രം. അത് ഞങ്ങൾ പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ട കാന്തപുരം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഈ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരോട് കാന്തപുരം യോജിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് സുന്നി വിഭാഗത്തിൻ്റെ തലവനായ കാന്തപുരം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തോട് യോജിക്കുന്നില്ല. അതുതന്നെയാണ് ഞങ്ങളും പറയുന്നത്. മതരാഷ്ട്രവാദം അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമാണെങ്കിലും രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് ആപത്താണ്. ഇത് ഞങ്ങൾ വളരെ കൃത്യമായി പറയുകയാണ്. ആ കൃത്യമായി പറയുമ്പോൾ എല്ലാവരും വളഞ്ഞിട്ട് CPM അത് വർഗീയവാദി എന്ന് പറയുന്നത് ഏതടിസ്ഥാനത്തിൽ, ഏതർത്ഥത്തിൽ? ഇപ്പോൾ സുജ പറയുന്നു വർഗീയ പാർട്ടിയാണ് CPM. അത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു തമാശയാണ്. ഇങ്ങനെയൊക്കെ തമാശ പറയാനും സുജയ്ക്ക് അറിയുമെന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നിയത്. അതൊരു വലിയ തമാശയായിപ്പോയി. അപ്പോൾ ഈ തരത്തിലേക്ക് കാര്യങ്ങളെ കാണാനും പറയാനും ഒക്കെ പോകുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളെല്ലാം എന്താ വിഡ്ഢികളാണോ? ഈ നാട്ടിലെ കൊല്ലം ജില്ലയെ അത്ര മോശമാക്കാനാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു, മതനിരപേക്ഷതയുടെ അടിത്തറയുള്ള ശക്തിയുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. ഞങ്ങളതിനെ നേരിടും. ഒരു തരത്തിലും ഈ കൊല്ലം ജില്ലയിലെ ജനങ്ങളെ ഇവർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റത്തില്ല, മുസ്ലിം ലീഗിനും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റത്തില്ല. പാർട്ടി ചില ആളുകളുടെ മാത്രം കയ്യിലായി പോയി എന്നാണ് അവരിപ്പോൾ പറയുന്നത്. ഒരു കാര്യമായിട്ട് പറഞ്ഞു, മറ്റൊരു കാര്യം, ഇതിനെ നിയന്ത്രിക്കുന്ന മൊത്തം ചില ആളുകൾ ചില വ്യക്തി താല്പര്യങ്ങളാണ്. അതെന്നു മുതലാ എന്തെങ്കിലും പരാതി പാർട്ടി അല്ല, അതെന്നു മുതലാ സുജയ്ക്ക് തോന്നിയെന്ന് സുജ അങ്ങനെ അഭിപ്രായം പാർട്ടി പറയട്ടെ, അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവൂ. ഇതിപ്പോൾ പരസ്യമായി പറയുന്ന ന്യായമല്ലേ? അതെ, ഒരാഴ്ച മുന്നേ വരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. മഹിളാ അസോസിയേഷൻ നേതാവാണ്, ഇപ്പോഴും നേതാവാണ്. എന്നു മുതലാണ് ചില ആളുകളിലെത്തി എന്ന തോന്നൽ വന്നത്? ആ തോന്നൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഘടകത്തിലല്ലേ പറയേണ്ടത്? നമുക്ക് ചർച്ച ചെയ്യുമായിരുന്നല്ലോ. എന്ത് മോഹമായാലും വേണ്ടില്ല, അത് നമുക്ക് വരും കാലം കണ്ടറിയാം. അതൊക്കെ നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ കൊടുത്താലും കൊടുത്തില്ലേലും എവിടം വരെ എത്തുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഒരു കാര്യം ഞങ്ങൾ ക്ലിയറായി പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ, രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ വർഗീയതയുമായി കൂട്ടിച്ചേർത്ത് അതിനെ ആക്ഷേപിക്കാൻ ആര് ശ്രമിച്ചാലും കേരളത്തിൽ വില പോവില്ല. വളരെ കൃത്യമായ നയമാണ് പാർട്ടിക്കുള്ളത്. രാജ്യത്തെ എല്ലാ മതനിരപേക്ഷവാദികളെയും ചേർത്ത് പിടിക്കുന്ന നയമാണ് ഞങ്ങൾക്കുള്ളത്. ലീഗ് വർഗീയവാദികളെ കൂട്ടുപിടിക്കുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ താങ്കൾ ചോദിച്ചു ലീഗ് വർഗീയ പാർട്ടിയാണോ? ലീഗിന് എങ്ങനെ അവരെ കൂട്ടാൻ പറ്റും? അതാണ് ഞങ്ങളുടെ ചോദ്യം. എങ്ങനെ അവരെ കൂട്ടാൻ പറ്റും? ബഹുമാന്യനായ കാന്തപുരം പറയുന്നു അവർ ഇസ്ലാമിക രാഷ്ട്രവാദികളാണ്, അവർ ആപത്താണ് മതനിരപേക്ഷതയ്ക്ക്. എന്തുകൊണ്ട് ലീഗിന് അങ്ങനെ തോന്നുന്നില്ല? ഇതാണ് പ്രശ്നം. ഈ പ്രശ്നമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഏത് മതവിഭാഗത്തിലെയും ആളുകൾ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് രാജ്യം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നാടാകുന്നത്. അല്ലാതെ ആരെങ്കിലും ഒരു വർഗീയവാദം എടുത്താൽ അത് കലാപത്തിലേക്കേ എത്തൂ. അതാണ് വടക്കേ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തുവെന്ന് പറയുന്നത് CPMന്റെ MLA ആയിട്ടുള്ള ദലീലാണ്. മറ്റൊന്നെന്ന് പറയുന്നത് LDFന്റെ ഭാഗമായി നിൽക്കുന്ന അബ്ദുറഹ്മാനാണ്. അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല. ഇല്ല, അവരുടെ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അബ്ദുൾ റഹ്മാൻ കൃത്യമായി പറഞ്ഞു, വർഗീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. അപ്പോൾ അത് അബ്ദുൾ റഹ്മാൻ ആയാലും കൊള്ളാം, ദലീമയായാലും കൊള്ളാം, വർഗീയതയ്ക്കെതിരായി നല്ല നിലപാട് സ്വീകരിക്കുന്നതാണ് അവർ. ഏതെങ്കിലും സാംസ്കാരിക പരിപാടി വിളിക്കുമ്പോൾ പലരും പോകും, ജനപ്രതിനിധികളാകുന്നുണ്ട്. ഇപ്പം എന്നെ ഇപ്പോൾ വിളിച്ചാൽ ഞാൻ പോകില്ല, പക്ഷേ ജനപ്രതിനിധികൾ വിളിക്കുമ്പോൾ അവർ ജനങ്ങളുടെ പ്രതിനിധിയാണല്ലോ. അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നിന്നിരിക്കും. അതല്ല പ്രശ്നം, നിലപാടുകളാണ് പ്രശ്നം. എൻ്റെ കുഞ്ഞെ, നിലപാടാണ് പ്രശ്നം. ഏത് ലോകത്ത് പോയാലും വേണ്ടിയില്ല, നിലപാടിൽ ഉറച്ചു നിൽക്കണം. അതാണ് പ്രശ്നം.